Hi, Namaste, welcome back viewers, welcome back to my channel Meet Trader. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻ്റാണ് വളരെയധികം ഫ്ലക്ച്വേഷനുള്ള ദിവസമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ 30th ജൂലൈയിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് പോയെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ സൈഡ് നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിരുന്നില്ല. ചെറിയ സ്കാൽപ്പ് ചെയ്യാനുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു 12:35 ശേഷം അപ് ട്രെൻഡ് പോയി പെട്ടെന്നൊരു ഹൈക്കിലാണ് മാർക്കറ്റ് കയറിയത്. അവിടെ നമുക്ക് ബൈ സൈഡ് സ്കാൽപ്പിംഗ് മാത്രം, കാരണം അത്രയ്ക്കൊരു സഡൻ മൂവ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ല. അത് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്ക് ലാസ്റ്റാണ് മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ വന്നത്, നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു, ഇന്നത്തെ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ എങ്ങനെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗിൽ നമുക്ക് സെൽ ഇൻഡിക്കേഷൻ, അതായത് മോർണിംഗ് സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അവിടെ സെല്ല് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ അടിച്ചിറങ്ങിയപ്പോൾ സെൽ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് മോർണിംഗ് സൈഡിൽ നമുക്ക് 5 മിനിറ്റ്സിൽ പെട്ടെന്ന് അടിച്ചിറങ്ങുന്നത് കൊണ്ട് നമുക്ക് അവിടെ സ്കാൽപ്പിങ്ങിൽ മാത്രമാണ് നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് മിനിറ്റ് വൈസിൽ, പ്രത്യേകിച്ച് ഗ്യാപ് ഡൗണിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മിനിറ്റ് വൈസിലൂടെ നമുക്ക് ട്രേഡ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എവിടെ നിന്നാണ് നെക്സ്റ്റ് ട്രേഡ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് അടിച്ചിറങ്ങുമായിരുന്നു. മോർണിംഗിൽ അവിടുന്ന് പുൾ ബാക്ക് ട്രേഡ്, അതായത് മാർക്കറ്റ് ഒരു 9:30 കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് റിട്രേസ്മെൻറ്റിൽ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി അവിടുന്ന് ഒരു ചെറിയ റിട്ടേൺ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ച് രണ്ടാമതൊരു ചെറിയ കയറ്റം കയറി പിന്നെയും ഡൗൺ ഇറങ്ങി രണ്ടാമത്. അപ്പോൾ സെക്കൻഡ് ട്രേഡ് നമുക്ക് അവിടെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രേഡായിരുന്നു. 2 ട്രേഡും സ്കാൽപ്പ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഒരു മാർക്കറ്റ് കയറാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ തിരിച്ചിറങ്ങി. ഇപ്പോൾ ബൈ സൈഡ് നമുക്ക് ലാസ്റ്റ് ബൈ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയത് നമുക്ക് 12:35 അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് ഉണ്ട്. ഇത് സഡൻ ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള അടിച്ചു കയറ്റമായത് കാരണം നമുക്ക് മാർക്കറ്റ് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമുക്ക് ഓപ്പൺ ആയപ്പോഴേ ലോങ് ക്യാൻഡിലാണ്. അവിടുന്ന് പുൾ ബാക്ക് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് നമുക്ക് ഇവിടെയാണ് മാർക്കറ്റ് 2:30 കഴിഞ്ഞ ശേഷമാണ് പ്രോപ്പർ ബ്രേക്ക് ചെയ്ത് കയറി. അവിടെ നല്ല റിട്ടേൺസ് ഫസ്റ്റ് ടാർഗറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോൾ ഓപ്ഷൻ 57,200 കോള് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആദ്യത്തെ ഹൈക്കിൽ പെട്ടെന്ന് മാർക്കറ്റ് കയറുമായിരുന്നു. അതിന് രണ്ടാമത്തെ മാർക്കറ്റ് തിരിച്ചിറങ്ങി ഒരു പുൾ ബാക്കിൽ നിന്ന് കയറിയിട്ടുണ്ട്. 786 നിന്ന് കയറിപ്പോയി ഇപ്പോൾ 850 ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. വലിയ റിട്ടേൺസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്ഥിരം ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിരുന്നില്ല, പക്ഷേ എന്നാലും ഫ്ലക്ച്വേഷണൽ മാർക്കറ്റിൽ നമുക്ക് റിട്ടേൺ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 180 പോയിന്റ്സ് നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നെങ്കിൽ നമ്മുടെ സിഗ്നൽസ് വരുമ്പോൾ കൺഫേം ചെക്ക് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് അടിച്ചിറങ്ങുന്ന ക്യാൻഡുകൾ നമ്മൾ സ്കാൽപ്പ് ചെയ്ത് പിടിക്കണം. സ്കാൽപ്പിംഗ്, അതായത് മിനിറ്റ് വൈസ് ചെയ്യുന്ന കറക്റ്റായിട്ട് അവിടെ ഇൻഡിക്കേഷൻ കിട്ടും. മിനിറ്റ് വൈസിൽ മോർണിംഗിൽ തന്നെ ഗ്യാപ് ഡൗൺ ഇറങ്ങിയ ശേഷം തിരിച്ച് മാർക്കറ്റ് കയറി നമുക്ക് 9:30 കഴിഞ്ഞതോടുകൂടി മാർക്കറ്റ് താഴ്ത്തിറങ്ങി അവിടുന്ന് സ്കാൽപ്പ് ചെയ്ത് നമുക്ക് റിട്ടേൺ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് രണ്ടാമത് ചെറുതായിട്ട് മാർക്കറ്റ് കയറിയപ്പോൾ സോഫ്റ്റ് അവിടെ ബൈ തരാതെ, ബൈ കൺഫർമേഷൻ ഇല്ലാതെ തിരിച്ചിറങ്ങും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവിടെ എഗെയിൻ കൊടുത്ത് രണ്ടാമത് സപ്പോർട്ട് അടിച്ച് മാർക്കറ്റ് ഇറങ്ങി. അവിടെ 2 പ്രാവശ്യമായിട്ട് നമുക്ക് സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയുള്ളൊരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അതിൽ സെക്കൻഡ് ട്രേഡ് നമുക്ക് 10 മണിക്ക് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ആ ഡൗൺ സൈഡിലേക്ക് പോയത്. അവിടുന്ന് ചെറിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് സൈഡ് വേസ് ആയത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ സൈഡ് 12:35 പെട്ടെന്ന് കയറ്റമായിരുന്നു. അവിടുന്ന് നമുക്ക് ആ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരിക്കലും സ്കാൽപ്പ് ചെയ്താണെങ്കിൽ സഡൻ മൂവ് ആയിരുന്നു, പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം അത്രയും നമുക്ക് ഫാസ്റ്റാണ് മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വൽ ട്രേഡ് പോയത് 2:30 ശേഷമാണ്. അവിടെ നിന്നാണ് നല്ല റിട്ടേൺസ് കിട്ടി. അവിടെ നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഇതിനകത്ത് എങ്ങനെ ട്രേഡ് എടുക്കണം, ഇതിൽ സൈഡ് വേസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലൈവായിട്ടുള്ള പെർഫോമൻസ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.